ആയുർവേദം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി വ്യാജ ആയുർവേദം തന്നെയാണ്. ആയുർവേദ ഭാഗത്തു നിന്ന് തന്നെയാണ് ആയുർവേദ ഭാഗത്ത് ഞാൻ പറയില്ല. ഈ ആയുർവേദക്കാരെന്ന വ്യാജേന ഒരു ആനയുടെ കാല് കണ്ടിട്ട് അതാണ് ആന എന്ന് പറയുന്നത് ശരിയാവുമോ? ഒരു കൊമ്പ് കണ്ടിട്ട് അതാണ് ആന എന്ന് പറയാൻ പറ്റുമോ? കുരുടൻ ആനയെ കണ്ട പോലെ എന്ന് പറയുന്നതിൻ്റെ ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് ചികിത്സിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ സർവ്വരോഗ സംഹാരിയായിട്ട് മാറുമോ? ഇപ്പോൾ പൈൽസിന് ചികിത്സിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഏതെങ്കിലുമൊക്കെ തലമുറയിൽപ്പെട്ട ആരെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുക്കന്മാരോ എല്ലാം പറഞ്ഞു കൊടുത്ത ചില ടിപ്പായിരിക്കും അത് ഉപയോഗിക്കുന്നത്. ഇവിടെ കുറേ കാലം മുമ്പ് ഒരു വൈദ്യനുണ്ടായിരുന്നു. വൈദ്യനെന്ന പേരിൽ നടക്കുന്ന ഒരാളുണ്ടായിരുന്നു. ആയുർവേദത്തിന് കുറേ പേര് അറിയാൻ പറ്റി. പക്ഷേ എങ്ങനെ അറിയാൻ പറ്റി? വികലമായ പേരിൽ അറിയാൻ പറ്റി. അപ്പോൾ അതൊന്നും അല്ല അത് ഏറ്റവും വലിയ ഭീഷണി അതാണ്. വ്യാജ വൈദ്യം എന്നുള്ളത് ഏറ്റവും വലിയ ഭീഷണിയായത്. നിർഭാഗ്യവശാൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അതിനെ വിശ്വസിക്കുന്നു. അവിടെ കേട്ടു, അങ്ങനെ മാറിയെന്ന് കേട്ടു. കേട്ടുകേൾവിയാണ്. ഒരാളോട് പറഞ്ഞ് മറ്റൊരാളോട് പറയുമ്പോഴേക്കും എത്രത്തോളം സത്യം വ്യതിചലിച്ചിട്ടുണ്ടാവും അത് നോക്കുന്നില്ല ആരും. ഒരു അത്ഭുത വാർത്ത അല്ലെങ്കിൽ മിറാക്കിൾ കാണാനാണ് ഇപ്പോഴും ജനങ്ങൾക്ക് ആഗ്രഹം.